മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങി അല്ലേ? ഗുഡ് മോർണിംഗ്. മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങിയില്ലേ? യെസ്. അപ്പൊ എന്താ ഫാക്ടർ? ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതിൽ ഫസ്റ്റ് പോർഷൻ ആണ് ഫാക്ടർ. ഫാക്ടറോ മൾട്ടിപ്പിൾസ് ആണ് ഇതിന് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഫാക്ടർ. എന്താ ഫാക്ടർ? ആർക്കാ അറിയുന്നതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞേ. ഫാക്ടർ എന്താ? അതൊരു ഫസ്റ്റ് സെന്റൻസ് വായിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ. A factor of a number is an exact divisor of that number. Factor is an exact divisor of a number. In the exact divisor എന്ന് വെച്ചാൽ റിമൈൻഡർ വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയുന്നത്. എന്താ പറയാ, എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൈൻഡർ 0 കിട്ടണമെന്നില്ല അല്ലെ? അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നത്, അതായത് റിമൈൻഡർ ഒന്നും വരാത്ത നമ്പറിനെയാണ് നമ്മൾ ആ നമ്പറിന്റെ ഫാക്ടർ എന്ന് പറയുന്നത്. ഏതിനെ, ഡിവിഡന്റിനെയാണോ ഡിവൈസറിനെയാണോ ഫാക്ടർ എന്ന് പറയാം? എക്സാമ്പിൾ ഒന്ന് നോക്കിക്കോ. Okay, 125 divided by 5. 12 into 5 2 times. 2 into 5 10. 2 5 25 into 5 5 times. 5 into 5 25. Remainder 0. അപ്പൊ ഇതിൽ ഏതിനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം അല്ലേ? ഡിവിഡന്റ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഡിവിഡന്റ് ഡിവൈസർ quotient remainder. quotient എന്ന് പറയുന്നു. 25 എന്ത് പറയുന്നു? quotient എന്ന് പറയുന്നു. 5 ഡിവൈസർ എന്ന് പറയുന്നു. 125 ഡിവിഡന്റ് എന്ന് പറയുന്നു. 0 റിമൈൻഡർ എന്ന് പറയുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയാലോ. അപ്പൊ ഇതിൽ ഏതിനാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയുന്നത്? ആ സെന്റൻസ് ഒന്നുകൂടി നോക്കിയേ. ഫാക്ടർ ഓഫ് എ നമ്പർ ഈസ് ആൻ എക്സാക്ട് ഡിവൈസർ ഓഫ് ദാറ്റ് നമ്പർ. ഒരു നമ്പറിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പറിന്റെ എക്സാക്ട് ഡിവൈസറിനെയാണ് എന്ന് പറയാം ഫാക്ടർ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഫാക്ടർ? Here it is 5. 5 is a factor of 125. എന്തുകൊണ്ടാണ് 125 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് we get the remainder 0. Oh, there will be no remainder. Thus we can say 5 is a factor of 125. Like that, a factor is a number which is an exact divisor of a number. ഒരു നമ്പറിന്റെ എക്സാക്ട് ഡിവൈസറിനെയാണ് അതിന്റെ ഫാക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായത് ഫാക്ടർ എന്ന് വെച്ചാല്? ഇനി അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട് ഫാക്ടേഴ്സിന്റെ. അതെന്തൊക്കെയാന്ന് നോക്കാം. അതില് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി തന്നെ കോളമായിട്ട് ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
പ്രോപ്പർട്ടി എക്സാമ്പിൾ. ഫസ്റ്റ് വൺ നോക്കിയേ. എവറി നാച്ചുറൽ നമ്പർ ക്യാൻ ബി ഡിവൈഡഡ് എക്സാക്ട്ലി ബൈ 1. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും നമുക്ക് 1 കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാം. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ ഒന്നും വരില്ല അല്ലെ. ഏത് നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് തന്നെയായിരിക്കും കോഷ്യന്റ് കിട്ടുക, റിമൈൻഡർ ഒന്നും ഉണ്ടാവില്ല. സോ വി ക്യാൻ സേ 1 ഈസ് എ ഫാക്ടർ ഓഫ് എവറി നമ്പർ. ഏത് നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 ഈസ് എ ഫാക്ടർ ഓഫ് എവറി നമ്പർ, or 1 is the common factor. 1 എന്ന് പറയുന്നത് എല്ലാ നമ്പറിനുള്ള ഫാക്ടറാണ്. കാരണം 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ ഒന്നും കിട്ടില്ല. ഏത് നമ്പറിനെ ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ ഉണ്ടാവില്ല. Hence 1 is a factor of every number. Then second property, every natural number can be divided exactly by itself. ഏത് നാച്ചുറൽ നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 1 കിട്ടും അല്ലേ. 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 20നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും, കോഷ്യന്റ് 1 കിട്ടും. അതുപോലെ 100നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 1 കിട്ടും, റിമൈൻഡർ ഒന്നും ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ 1000നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് 1 കിട്ടും, റിമൈൻഡർ 2 ഉണ്ടാവോ? ഇല്ല, 0 ആയിരിക്കും റിമൈൻഡർ. സോ every number is a factor of that number. ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു നമ്പറിന്റെ ഫാക്ടർ എപ്പോഴും 1 ആയിരിക്കും. 1 എന്ന് പറയുന്നത് എല്ലാ നമ്പറിന്റെയും ഫാക്ടറാണ്. അതേപോലെ ഒരു നമ്പറിന്റെ ഫാക്ടർ അതേ നമ്പറുമായിട്ടും വരാം. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് എളുപ്പത്തിൽ നമുക്ക് രണ്ടെണ്ണം പറയാൻ പറ്റും. 136 ഈ നമ്പറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, 1ഉം 136ഉം. 1 എല്ലാത്തിനുള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടർ, പിന്നെ അതേ നമ്പർ തന്നെ അതിന്റെ ഫാക്ടർ ആയിട്ട് വരും. ഇതാണ് രണ്ട് പ്രോപ്പർട്ടി. Then third property, every factor of a number is an exact divisor of that number. അപ്പോൾ നമ്മള് ഫാക്ടറിന്റെ കാര്യത്തിൽ ആദ്യം തന്നെ പറഞ്ഞത് every factor of a number is an exact divisor of that number. Exact divisor എന്ന് വെച്ചാല് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരാത്ത ഡിവൈസർ. 10നെ ഇപ്പൊ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 1 റിമൈൻഡർ വരും അല്ലെ. അപ്പൊ 10ന്റെ ഫാക്ടർ 3 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 5 കിട്ടും, റിമൈൻഡർ ഉണ്ടാവില്ല. Thus 2 is a factor of 10 അല്ലെ. ഒരു എക്സാമ്പിൾ പറഞ്ഞാ 10 തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എക്സാമ്പിൾ ആയിട്ട് എടുത്താല് നമുക്ക് 10നെ ഏതിന്റെയൊക്കെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റും? 1 into 10 എഴുതാം. 1 into 10 എഴുതാം. പിന്നെ 2 into 5 എഴുതാം. പിന്നെ 3നെ നമുക്ക് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 10 കിട്ടില്ല. 4നെ മൾട്ടിപ്ലൈ ചെയ്താലും 10 കിട്ടില്ല. 5 into 2 എഴുതാം. 6നെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ല, 7നെ ചെയ്താൽ കിട്ടില്ല, 8നെ ചെയ്താലും കിട്ടില്ല, 9നെ ചെയ്താലും കിട്ടില്ല. 10നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 10 കിട്ടും അല്ലെ. അപ്പൊ ഇതില് കോമൺ ആയിട്ട് വരുന്ന 1, 10, 2, 5 ഈ നമ്പേഴ്സ് അല്ല റിപ്പീറ്റ് ചെയ്ത് വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 10ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 5, 10. 10ന് 4 ഫാക്ടേഴ്സ് ഉണ്ട്, 1ഉം 2ഉം 5ഉം 10ഉം. അതായത് ഈ 4 നമ്പേഴ്സ് കൊണ്ട് നമുക്ക് 10നെ എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് റിമൈൻഡർ വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റും.
So 1, 2, 5 and 10 are the factors of 10. 10 factors are 1, 2, 5, 10. The factor എന്ന് പറഞ്ഞാൽ എന്താ? It is an exact divisor of a number. Factor is an exact divisor of a number. So മൂന്ന് പ്രോപ്പർട്ടീസ് മനസ്സിലായല്ലോ. ജസ്റ്റ് ഫാക്ടറിന്റെ പ്രോപ്പർട്ടീസ് പറയുന്നത് പേജ് നമ്പർ 43 ടേബിളില് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ പറഞ്ഞു. ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, 1 is a factor of every number. ഏത് നമ്പറിന്റെയും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആണ് 1. നമുക്ക് 1 ഡിവൈഡ് ചെയ്താല് റിമൈൻഡർ 0 ആയിരിക്കും. സോ 1 is a factor of every number. Second property, every natural number is a factor of itself. ഏത് നമ്പറിന്റെയും ഒരു ഫാക്ടർ ആ നമ്പർ തന്നെയായിരിക്കും. കാരണം ഒരു നമ്പറിനെ അതേ നമ്പറിനെ ഡിവൈഡ് ചെയ്താല് നമുക്ക് 0 റിമൈൻഡർ വരും. അതുകൊണ്ട് ഒരു നമ്പറിന്റെ ഫാക്ടർ ആ നമ്പർ തന്നെ ആയിട്ട് വരും. തേർഡ് പ്രോപ്പർട്ടി, every factor of a number is an exact divisor of that number. ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ എക്സാക്ട് ഡിവൈസർ ആയിട്ട്. നെക്സ്റ്റ് ഫോർത്ത് പ്രോപ്പർട്ടി, every factor of a number is less than or equal to that number. ഒരു നമ്പറിന്റെ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് ഒരിക്കലും അതിലൊരു ഫാക്ടർ അതിനേക്കാളും വലുതാവില്ല. ഇപ്പൊ നമ്മൾ ഇതിവിടെ തന്നെ പറഞ്ഞു 10ന്റെ ഫാക്ടേഴ്സ് പറഞ്ഞു. ഏതൊക്കെയാ? 1, 2, 5, 10. ഒന്നുകിൽ 10നേക്കാളും ചെറുത് അല്ലെങ്കിൽ 10ന് ഈക്വൽ ആയിട്ടുള്ളത്, അത്രേ ഒരു ഫാക്ടേഴ്സ് വരുള്ളൂ. ഒരിക്കലും 10ന്റെ ഫാക്ടർ 10നേക്കാളും വലുത് വരില്ല. ഒന്നുകിൽ ആ നമ്പറിന് ഈക്വൽ ആയിട്ടുള്ള നമ്പർ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ നമ്പേഴ്സ്. ഇപ്പൊ 20ന്റെ ഫാക്ടേഴ്സ് എടുത്താല് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഇല്ല, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഇല്ല, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10 ഉണ്ട്, പിന്നെ 20 ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് 20ന്റെ ഫാക്ടേഴ്സ്. 1, 2, 4, 5, 10, 20. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ 20ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താണ് 20 കിട്ടുന്നതെന്ന് നോക്കാം അല്ലെ. അങ്ങനെയാകുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്താല്. ഇവിടെ 1നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടും, 2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടും, 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 20 കിട്ടും. അപ്പൊ ആ രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുന്ന രണ്ട് നമ്പേഴ്സും അതിന്റെ ഫാക്ടർ ആയിരിക്കും. Thus we can say 1, 2, 4, 5, 10 and 20 are the factors of 20. ഇവിടെ നിങ്ങൾ നോക്കി 20നേക്കാളും വലിയ നമ്പർ ഒന്നും 20യുടെ ഫാക്ടർ ആയിട്ട് വരുന്നില്ല അല്ലെ. അതാണ് ഫോർത്ത് പ്രോപ്പർട്ടി. Every factor of a number is less than or equal to that number. ഒരു നമ്പറിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നുകിൽ അതിനേക്കാളും ചെറുതായിരിക്കും അല്ലെങ്കിൽ അതേ നമ്പർ അതിന് ഈക്വൽ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. നെക്സ്റ്റ് ഫിഫ്ത് പ്രോപ്പർട്ടി, number of factors of a given number are finite. Since every factor of a number is less than or equal to the number, therefore, however large the number may be, the number of factors of this number will be finite. Finite എന്ന് വെച്ചാൽ എന്താ? Finite. You know what is the meaning of finite? Infinite കേട്ടിട്ടുണ്ടോ? Counting numbers are infinite. എണ്ണാൻ പറ്റാത്തത്, എൻഡില്ലാത്തത്, അതായത് അറ്റമില്ലാത്തതിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റി, ഇൻഫൈനൈറ്റ്. അപ്പൊ ഫൈനൈറ്റ് എന്തായിരിക്കും? അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ദാറ്റ് ആർ കൗണ്ടബിൾ. എണ്ണാൻ പറ്റുന്നതിനാണ് നമ്മൾ ഫൈനൈറ്റ് എന്ന് പറയുന്നത്. എന്നാ അഞ്ചാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എ ഗിവൺ നമ്പർ ആർ ഫൈനൈറ്റ്. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം that will be finite. That means we can count
the number of factors of a number. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എത്രയാണെന്ന് നമുക്കറിയോ? ഏറ്റവും വലിയ നമ്പർ ഏതാ? ഏറ്റവും വലിയ നമ്പർ ഏതാ? ക്രോർ ആണ്. അത് കഴിഞ്ഞ ക്രോർ 1 അല്ലേ? ക്രോർ 2, 1 crore 2, 1 crore 3, 10 crore ആണോ ഏറ്റവും വലുത്? അതല്ല. ബില്യൺ ആണോ? മില്യൺ ആണോ? ട്രില്യൺ ആണോ? അല്ല. വി കനോട്ട് ഫൈൻഡ് ദ എൻഡ് ഓഫ് ദി നമ്പേഴ്സ്. നമുക്ക് നമ്പേഴ്സിന്റെ എൻഡ് എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ നമ്പർ എന്ന് പറഞ്ഞിട്ടൊക്കെ കണ്ടുപിടിച്ചു, അതിലൊരു 1 കൂടെ തൊട്ടടുത്ത നമ്പർ ആയില്ലേ? പിന്നെ ഒരു 1 കൂടെ അടുത്ത നമ്പർ ആയില്ലേ? അതുകൊണ്ട് നമുക്ക് നമ്പേഴ്സിന്റെ എൻഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫാക്ടേഴ്സ്, ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ എക്സാമ്പിൾ പറഞ്ഞു. 10ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 2, 5, 10. The number 10 has 4 factors. 4 factors ഉണ്ട് 10ന്. Like that, for the number 20, there are how many factors? 1, 2, 3, 4, 5, 6. 6 factors. And in the case of 100, 100 ആണെങ്കിലോ 100 ഏതൊക്കെ ഫാക്ടേഴ്സ് വരാം? 1 ഉണ്ട്, പിന്നെ 2 ഉണ്ട്, 3 ഉണ്ടോ? ഇല്ല. 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ടോ? ഇല്ല. 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10 ഉണ്ട്, 11 ഇല്ല, 12 ഇല്ല, പിന്നെ ഏതാ വരാം? 5 into 20, പിന്നെ വരാം 4 into 25, പിന്നെ വരെ 2 into 50, പിന്നെ വരെ 1 into 100. ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട് 100ന്. എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. The number 100 has 9 factors. 100ന് 9 ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ ഓരോ നാച്ചുറൽ നമ്പേഴ്സിന്റെയും ഫാക്ടേഴ്സിന്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? We can find out. Thus, number of factors of a given number are finite. A finite എന്നുള്ള വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോ. That is a new word for you. Finite എന്നുള്ള വേർഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെക്കുക. Number of factors of a given number are finite. എന്തുകൊണ്ട് ഫൈനൈറ്റ് ആവുന്ന നമ്പർ ഓഫ് ഫാക്ടേഴ്സ്? നമ്മൾ തൊട്ട് മേലത്തെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞു, ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു നമ്പറിനേക്കാളും ഒരു നമ്പറിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നുകിൽ അതിന് ഈക്വൽ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുത്. ഒരിക്കലും ആ നമ്പറിനേക്കാളും വലിയ നമ്പർ ഒരു ഫാക്ടർ ആയിട്ട് വരില്ല. വലിയ നമ്പർ ഫാക്ടർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ കുറെ നമ്പേഴ്സ് വരും. അപ്പൊ നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. 10ന്റെ ഫാക്ടേഴ്സ് 10ന് താഴെയാണെങ്കിൽ മാത്രമേ നമുക്ക് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 10ന് മേലെ ഫാക്ടേഴ്സ് ഉണ്ടാകുന്നത് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ 50യുടെ ഫാക്ടേഴ്സ് 50ന് താഴെ ആയതുകൊണ്ടാണ് നമുക്ക് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. 50ന്റെ മേലെ അതിന്റെ ഫാക്ടേഴ്സ് വന്നാല് എത്ര ഉണ്ടാവും നമുക്ക് മനസ്സിലാവില്ല. ഒരുപാട് നമ്പേഴ്സ് ഉണ്ടാവും ചിലപ്പോ. സോ number of factors of a given number are finite എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? Every factor of a number is less than or equal to that number. എല്ലാ ഫാക്ടേഴ്സും തന്നിരിക്കുന്ന നമ്പറിനെ ഒന്നിക്കൽ അതിന് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആർ ഫൈനൈറ്റ്. Then sixth property, a number can be a factor of more than one number. ഇപ്പൊ നമ്മൾ 10ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. 1, 2, 5, 10. ഈ വന്നിരിക്കുന്ന ഫാക്ടേഴ്സ് 4 നമ്പേഴ്സും 10ന് മാത്രമേ ഫാക്ടർ ആയിട്ട് വരുള്ളൂ? നെവർ, ഒരിക്കലല്ല. ഈ നമ്പേഴ്സ് വേറെ നമ്പറിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരും.
ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് തന്നെ നോക്കാം. ഇവിടെ 1 വരുന്ന നമ്പർ 10ന്റെ ഫാക്ടറാണ്, 20യുടെ ഫാക്ടറാണ്, 100ന്റെ ഫാക്ടറാണ്. അതേപോലെ 2 എന്ന് പറയുന്ന നമ്പറും 10ന്റെയും 20യുടെയും 100ന്റെയും ഫാക്ടറാണ്. 5 എന്ന് പറയുന്ന നമ്പറും 10നും 5നും 100നും ഫാക്ടറായിട്ട് വരും. 10 എന്ന് പറയുന്ന നമ്പറും 10നും 20ക്കും 100നും ഫാക്ടറായിട്ട് വരും. So a number can be a factor of more than one number. ഒരു നമ്പർ ഒരുപാട് നമ്പേഴ്സിന്റെ ഫാക്ടർ ആയിട്ട് വരും. ദാറ്റ് ഈസ് ദി സിക്സ് പ്രോപ്പർട്ടി. ഈ എക്സാമ്പിൾ തന്നെ നോക്കിയാൽ മതി. ഈ 4 നമ്പേഴ്സും 10നും 20നും 100നും ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ ചിലപ്പോ വേറെ ഒരുപാട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരും. So sixth property says that a number can be a factor of more than one number. അപ്പൊ ആറ് പ്രോപ്പർട്ടീസ് മനസ്സിലായോ? കുഴപ്പമില്ലല്ലോ ആറെണ്ണം. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് എന്താണ് പഠിച്ചു. നെക്സ്റ്റ് മൾട്ടിപ്പിൾസ്. എന്താ മൾട്ടിപ്പിൾസ്? ഫസ്റ്റ് സെന്റൻസ് നെക്സ്റ്റ് പേജ് നമ്പർ 44 മൾട്ടിപ്പിൾസിന്റെ താഴെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കി. A number is a multiple of each of its factors. Number is a multiple of each of its factors. അതായത് നമ്മളിപ്പോ 10ന്റെ ഇതേ എക്സാമ്പിൾസ് തന്നെ നോക്കാം. 10ന്റെ ഫാക്ടേഴ്സ് ആണ് 1, 2, 5, 10 എന്ന് പറയുന്ന 4 നമ്പേഴ്സ്. നമുക്കറിയാം അല്ലെ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും റിവേഴ്സ് പ്രോസസ് ആണ്, റിവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. മൾട്ടിപ്ലിക്കേഷന്റെ നേരെ റിവേഴ്സ് ആണ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 10ന്റെ ഫാക്ടേഴ്സ് ആണ് 1, 2, 5, 10 എന്ന് പറയുന്നത്. അതുപോലെ 1ന്റെ മൾട്ടിപ്പിൾ ആണ് 10, 2ന്റെ മൾട്ടിപ്പിൾ ആണ് 10, 5ന്റെ മൾട്ടിപ്പിൾ ആണ് 10, 10ന്റെ മൾട്ടിപ്പിൾ ആണ് 10. അങ്ങനെ പറയാലോ. ജസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. 10 is a multiple of 1, 2, 5, 10. ആദ്യം നമ്മൾ എന്താ പറഞ്ഞേ? 1, 2, 5 and 10 are the factors of 10. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്? 10 is a multiple of 1, 2, 5 and 10. ഈ രണ്ട് സെന്റൻസും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കി. 1, 2, 5 and 10 are the factors of 10. അതിന്റെ നേരെ റിവേഴ്സ്. 10 is a multiple of 1, 2, 5 and 10. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു 20ന്റെ ഫാക്ടേഴ്സ് ആണ് 1, 2, 4, 5, 10, 20 അല്ലെ. 1, 2, 4, 5, 10 and 20 are the factors of 20. അതിന്റെ നേരെ റിവേഴ്സ് ഒന്ന് നോക്കിയേ. 20 is a multiple of 1, 2, 4, 5, 10 and 20. That is the meaning of multiple. മനസ്സിലായി? ഇപ്പൊ നമ്മള് ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാല് ഏതൊക്കെയാ വരാം? നമുക്ക് ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് ആ നമ്പർ കിട്ടുന്നതെന്ന് നോക്കുക. That two numbers will be the multiple of that number. ഇപ്പൊ 15 എന്ന് പറയുന്ന നമ്പർ ഏതിന്റെയൊക്കെ മൾട്ടിപ്പിൾസ് ആണ്? ഏതിന്റെയൊക്കെ മൾട്ടിപ്പിൾ ആണ്? എങ്ങനെയാ നോക്കുന്നത്? 1നെ 15നെ മൾട്ടിപ്പിൾ ചെയ്താല് 15 കിട്ടും. 2നെ നമുക്ക്
ചെയ്യാൻ പറ്റില്ല. 3നെ 5നെ മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടും. 1 3 5 15 ഇതിന്റെയൊക്കെ മൾട്ടിപ്പിൾ ആണ് 15 എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ obtained by multiplying it with a natural number. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ എങ്ങനെയാ കണ്ടുപിടിക്കുക നമ്മള്? ഇപ്പൊ 3ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ് എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമില്ല, 3നെ നമ്മൾ എല്ലാ നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 3 6 9 12 ഇതൊക്കെ 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. എന്തുകൊണ്ടാണ്? 3നെ നമുക്ക് വേറെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ നമ്പേഴ്സൊക്കെ കിട്ടും അല്ലെ? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. 3ന്റെ മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാല് 3 into 1 3 3 ഒരു മൾട്ടിപ്പിൾ ആണ് 3ന്റെ. 3 into 2 6 6 ഒരു മൾട്ടിപ്പിൾ ആണ് 3ന്റെ. 3 into 3 9 9 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. 12 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ്. 15 18 21 24 27 30 33 36 39 42 44 48 51 54 57 60 അങ്ങനെ പോകും 3ന്റെ മൾട്ടിപ്പിൾസ്. അതായത് ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ആ നമ്പറിനെ വേറെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പർ. 4ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 4ന്റെ മൾട്ടിപ്പിൾസ് 4 8 12 16 20 24 28 ഇതൊക്കെയാണ് 4ന്റെ മൾട്ടിപ്പിൾസ്. മനസ്സിലായോ? മൾട്ടിപ്പിൾ എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. അതില് 4 പ്രോപ്പർട്ടീസ് പറയാനുണ്ട്. ആ പ്രോപ്പർട്ടി ഒക്കെ പറഞ്ഞാൽ തീരും. പറയാം. ഫസ്റ്റ് വൺ, എവറി മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് നമ്പർ. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് എപ്പോഴും ഒന്നുകിൽ അതിന് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും വലുതായിരിക്കും. ഫാക്ടേഴ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഫാക്ടേഴ്സ് എപ്പോഴും ആ നമ്പറിനേക്കാളും ചെറുതായിരിക്കും പറഞ്ഞു. ഒന്നുകിൽ അതേ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്പിൾസ് എവരി മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് നമ്പർ. ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് എപ്പോഴും ഒന്നുകിൽ അതേ നമ്പർ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ നമ്പേഴ്സ്. So, second property, the number of multiples of a given number is infinite. നമ്മൾ ഫാക്ടേഴ്സിന്റെ കേസിൽ പറഞ്ഞു ഫാക്ടേഴ്സ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആർ ഫൈനൈറ്റ്. നമുക്ക് എന്ത് തിട്ടപ്പെടുത്താൻ കഴിയും എത്ര ഫാക്ടേഴ്സ് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്പിൾസ് വി cannot find out the number of multiples of a number. നമ്മളിപ്പോ 3ന്റെ മൾട്ടിപ്പിൾസ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. 3നെ നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3000 കിട്ടും. 3000 is a multiple of 3. അതുപോലെ വലിയ വലിയ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ മൾട്ടിപ്പിൾസ് കിട്ടും. So we cannot find out the number of multiples of a number. Thus the second property is the number of multiples of a given number is infinite. Then third one, every number is a multiple of 1 and itself. ഫാക്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഫാക്ടേഴ്സിലും ഒരു നമ്പറിന്റെ 2 ഫാക്ടേഴ്സ് എപ്പോഴും ഒന്നും അതേ നമ്പറും ആയിരിക്കും. അതേപോലെ every number is a multiple of 1 and itself. എല്ലാ നമ്പറും 1ന്റെയും അതേ നമ്പറിന്റെയും മൾട്ടിപ്പിൾ ആണ്. 4 into 1 4 എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ടോ? 4 into 1 4. So 4 is a multiple of 1 and itself. 5 into 1 5. So 5 is a multiple of 1 and itself. Next, fourth one. A number can be a multiple of several different numbers. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരു നമ്പർ എന്ന് പറയുന്നത് ഒരുപാട് നമ്പേഴ്സിന്റെ ഫാക്ടർ ആയിട്ട് വരാം. അതേപോലെ ഒരു മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഒരുപാട് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരാം. 12 എന്ന് പറയുന്ന ഒരു നമ്പർ ഒരുപാട് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആണ്. 1ന്റെ മൾട്ടിപ്പിൾ ആണ്, 2ന്റെ മൾട്ടിപ്പിൾ ആണ്, 3ന്റെ മൾട്ടിപ്പിൾ ആണ്, 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 6ന്റെ മൾട്ടിപ്പിൾ ആണ്, 12ന്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇത്രയും നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 12 വരുന്നുണ്ട്.
അതുപോലെ 16 എന്ന് പറയുന്ന നമ്പർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 16 is a multiple of 1, 2, 4, 8 and 16. ഇത്രയും നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 16 വരും. അപ്പൊ ഇതാണ് മൾട്ടിപ്പിൾസിന്റെ 4 പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമ്മൾ ടൈം തീരാറായി. നമ്മൾ ഫാക്ടേഴ്സും പഠിച്ചു, മൾട്ടിപ്പിൾസും പഠിച്ചു, അതിന്റെ പ്രോപ്പർട്ടീസും പഠിച്ചു. ഇന്നത്തെ ഹോംവർക്ക് പേജ് നമ്പർ 45 പേജ് നമ്പർ 45 എക്സസൈസ് 3A. അതില് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്. ഒരു 8 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിച്ച് എഴുതാം. 18, 40, 56, 75, 125, 168, 288, 729. ഇത്രയും നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പറ്റുന്നത്രയും ഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് എഴുതാം. എന്താ ജോന? ഹോംവർക്ക് ഒന്നും കൂടെ പറയോ? പേജ് നമ്പർ 45 എക്സസൈസ് 3A 1 ഉം 2. ഫസ്റ്റ് വൺ ഫാക്ടേഴ്സ് എഴുതാൻ. സെക്കൻഡ് വൺ റൈറ്റ് ഫസ്റ്റ് 6 മൾട്ടിപ്പിൾസ് ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്. 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ആ 4 നമ്പേഴ്സിന്റെയും 6 മൾട്ടിപ്പിൾസ്. അതായത് 7ന്റെ ആദ്യത്തെ 6 മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് 7നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ 6 വരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 6 നമ്പേഴ്സ്. അതുപോലെ 18ന്റെ 35ന്റെ 80ന്റെ ഇതിന്റെയൊക്കെ ആദ്യത്തെ 6 മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇത് രണ്ടാണ് ഇന്നത്തെ ഹോംവർക്ക്. ഹോംവർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, നമ്മൾ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് ചോദിച്ചാൽ മതി. എന്താ കേട്ടില്ല മോനെ? ആദ്യത്തെ 2 വർഷം മാത്രം മതി, ഒന്നും രണ്ട്. പറയാവോ? എന്തോ കേട്ടില്ല. ഒന്നുകൂടി പറയണം. ഹോംവർക്ക് ഒന്നും കൂടെ പറയാവോന്ന്? ഹോംവർക്കിന്റെ ക്വസ്റ്റ്യനാ. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 45 എക്സസൈസ് 3A ആദ്യത്തെ റൈറ്റ് ഓൾ ദി ഫാക്ടേഴ്സ് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്. ആ തന്നിരിക്കുന്ന 8 നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കണ്ടുപിടിച്ച് എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് 5, 6 മൾട്ടിപ്പിൾസ് ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്. ആ തന്നിരിക്കുന്ന 4 നമ്പേഴ്സിന്റെ ആദ്യത്തെ 6 മൾട്ടിപ്പിൾസ്. ആദ്യത്തെ 6 മൾട്ടിപ്പിൾസ് എങ്ങനെ എഴുതാം? നമ്പറിനെ 6 വരെയുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 4 കൊണ്ട്, 5 കൊണ്ട്, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആദ്യത്തെ 6 മൾട്ടിപ്പിൾസ് ആയി. 12 ഹോംവർക്കായിട്ട് ചെയ്യുക. ഇപ്പൊ തന്നെ ചെയ്തു. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ബൈ.